ഗായ്സ് ചുമ്മാതെ കിച്ചണിൽ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാണ് 3 പേര് ഇതായിരിക്കുന്നു എന്നാൽ പിന്നെ ഇവരെ വെച്ച് തന്നെ ആവട്ടെ ഇന്നത്തെ വിഭവം എന്ന് കരുതിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അതിന് സവോള, ടൊമാറ്റോ, പിന്നെ മാഗി മസാല, അത് കട്ട് ചെയ്യേണ്ട കേട്ടോ, പിന്നെ ചില്ലി, പിന്നെ നമുക്ക് വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ആയിട്ട് നല്ലവണ്ണം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ മാഗിയുടെ പാക്കറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുള്ള സവോളാസും ടൊമാറ്റോയും ചില്ലിയും ഇതെല്ലാം കൂടി ഇട്ട് ശകലം ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്പ് ഓപ്ഷനിലാട്ടോ, ഓൾറെഡി മാഗി മസാല തന്നെ എല്ലാ മസാലാസും നമ്മൾ അപ്പോൾ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ഓപ്ഷനിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മാഗി മസാല ഇട്ട് കൊടുക്കണം. അതൊന്ന് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം 3 പാക്കറ്റിൻ്റെ മാഗി മസാല ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല എരിവുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം ആക്കാം. അപ്പോൾ ഞാനിത് 3 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ 2 ടൊമാറ്റോ കെച്ചപ്പ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, 2 ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് കുക്കാവണ സമയത്ത് എൻ്റെ മോനെ അടിപൊളിയൊരു മണമുണ്ട്. നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് അവിടെ മാഗി നമ്മൾ കുക്കാക്കാൻ വെക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഇത് കറക്റ്റ് ടൈമിന് ഇത് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാഗി വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വെച്ചിട്ടുള്ള മസാലയ്ക്കകത്ത് ഈ മാഗി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് സ്വാഭാവികമായി അല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം, പക്ഷെ മസാലാസ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്